എനിക്ക് കൊണ്ട് സ്കൂളിൽ പോകാനോ പഠിക്കാനോ തീരെ താല്പര്യമില്ലായിരുന്നു. വീട്ടുകാരെന്നെ സിമ്പിളായിട്ട് കണ്ട് മടിയെന്ന് വിളിച്ചു. പക്ഷെ 4-ാമത്തെ വയസ്സിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയോടുള്ള എൻ്റെ കടുത്ത പ്രതിഷേധമായിരുന്നു അത്. ജനിച്ചൊരു 3-4 വർഷം കൊണ്ട് ചുറ്റുമുള്ളതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പാർട്ട് ടൈം ആയിട്ട് ബന്ധുക്കളുടെ പേരും അതും ഇതുമൊക്കെ ഒന്ന് പഠിച്ചു വന്നപ്പോഴേ വീട്ടുകാരനെ പിടിച്ച് സ്കൂളിൽ ചേർത്തു. ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുസ് 60 വയസ്സാണെങ്കിൽ അവനെ അതിൻ്റെ 1/3 ഭാഗം സ്കൂളിലും കോളേജിലും പോയി പഠിച്ചു. ബാക്കി 2/3 ഭാഗം എന്തിനാണ് ഇതൊക്കെ പഠിച്ചതെന്ന് ആലോചിച്ചുമായിരിക്കും തീർക്കുന്നത്. ഇപ്പോൾ ചാനലിലെ പരിപാടികൾ പോലാണ് ഒട്ടുമിക്ക പിള്ളേരുടെയും സ്കൂൾ ജീവിതം എന്ന് പറയുന്നത്. തിങ്കൾ തൊട്ട് വെള്ളി വരെ സീരിയൽ പോലെ സ്കൂളിൽ പോകണം. ശനി ഞായർ പ്രത്യേക പരിപാടികൾ, എൻട്രൻസ് കോച്ചിങ്, കമ്പ്യൂട്ടർ ക്ലാസ്. പിന്നെ ചില ചാനലിൽ ഓരോ മണിക്കൂർ ന്യൂസ് ഉള്ള പോലെ ഓരോ മണിക്കൂർ ട്യൂഷനും. ഈ 20 വർഷം വാറണ്ടിയുള്ള എഡ്യൂക്കേഷണൽ ടിവിയുടെ റിമോട്ട് വീട്ടുകാരുടെ കയ്യിലുമായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചതിയിലൂടെയും വഞ്ചനയിലൂടെയൊക്കെയാണ് വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. അംഗനവാടി കൊണ്ടിരുത്തുമ്പോഴത്തേക്കും പറയും ഇവിടെ എന്തെങ്കിലും പഠിച്ചാലേ LKGയിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് എല്ലാ കൊല്ലവും ഇതേ തള്ള. ഞാൻ ജീവിതത്തിൽ കണ്ടുള്ള ഏറ്റവും ആദ്യത്തെ നാടകമാണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും SLC പരീക്ഷയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കടമ്പയാണ്, കപ്പലണ്ടി മേടിക്കണെ പോലും SLC വേണമെന്നൊക്കെ പറഞ്ഞ് മുടിഞ്ഞ തള്ള. ഈ ആശങ്ക പരത്തുന്നവർക്കെതിരെ കേസെടുക്കാൻ അന്ന് വല്ല വകുപ്പും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനടക്കം പലരും ഇപ്പം അകത്ത് കിടന്നേൻ. ഈ SSLCയുടെ സമയത്ത് തള്ളു കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ജനിച്ചത് പോലും SSLC എഴുതാനാണ്. ഈ അക്ഷയ സെന്ററിൽ എന്തിനെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ പേരിന്റെ സ്പെല്ലിങ് തെറ്റാതെ നോക്കി അടിക്കാനുള്ള ഒരു പേപ്പറാണ് SSLC എന്ന് എനിക്ക് പിന്നാണ് മനസ്സിലായത്. പണ്ടൊക്കെ A+-നെങ്കിലും വിലയുണ്ടായിരുന്നു. ഇപ്പോൾ ആഡിസെയിലിന്റെ പരസ്യം വരുന്ന പോലാണ് പത്രത്തിൽ A+ കിട്ടിയ പിള്ളേരുടെ പടം വരുന്നത്. ഈ പരീക്ഷ ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ പോകാനുള്ള എൻ്റെ താല്പര്യം കുറഞ്ഞത്. പരീക്ഷ ഉള്ള ദിവസം ഞാൻ മാക്സിമം സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ കാർമേഘം ഇല്ലെങ്കിൽ മഴയില്ലെന്ന് പറയുന്ന പോലെ ഞാനില്ലെങ്കിൽ അന്ന് പരീക്ഷയും കാണത്തില്ല. ഇതിന്റെ സയൻസ് മാത്രം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പണിക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്ന പോലെ പരീക്ഷയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലും മുടിഞ്ഞ പെർഫോമൻസ് ആയിരുന്നു. ഈ പരീക്ഷയുടെ സമയമൊക്കെ ആകുമ്പോഴത്തെ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും പരീക്ഷയുടെ സമയത്തൊക്കെ പോകാതിരിക്കാൻ വേണ്ടി കുറെ ഉടായിപ്പ് ഐഡിയകൾ പറഞ്ഞു തരാനായിട്ട് സ്വന്തമായിട്ട് ബുദ്ധിമാനാണെന്ന് വിശ്വസിക്കുന്ന ഒരു കസിൻ ചേട്ടൻ കാണും നമുക്ക് എല്ലാവർക്കും. അതുപോലൊരു കസിൻ ചേട്ടൻ എനിക്കും ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു ഉള്ളി എടുത്ത് കഷത്തി വെച്ച് കഴിഞ്ഞാൽ ചൂട് വരും, പനി വരും എന്നൊക്കെ. ഞാൻ അന്ന് തന്നെ രാത്രി ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് അടുക്കള ചെന്നു. അവിടെ ഉള്ളിയില്ലായിരുന്നു, സവോള ഉണ്ടായിരുന്നു. ഒരു സവോള മൊത്തത്തോടെ എടുത്ത് വെക്കാനുള്ള ബൂട്ട് സ്പേസ് എൻ്റെ കഷത്തിനില്ലാത്തതുകൊണ്ട് ഞാനിത് വട്ടത്തിലെറിഞ്ഞ് കഷത്തിലെടുത്ത് വെച്ചിട്ട് കിടന്നു. പിറ്റേന്ന് രാവിലെ കൃത്യം പുള്ളി പറഞ്ഞതുപോലെ ഇത് ചൂടായി. ഈ ബ്യൂട്ടി പാർലറിൽ കുക്കുംബർ വട്ടത്തിലെറിഞ്ഞ് കണ്ണി വെച്ച് കിടക്കുന്ന പോലെ സവോള എറിഞ്ഞ് കഷത്തി വെച്ച് കിടക്കുന്ന എന്നെ കണ്ടിട്ട് അച്ഛനും അമ്മയും ചൂടായി. അത് പിന്നെ വീട്ടിൽ സവോള തീരുമ്പോഴത്തേക്ക് അമ്മ അച്ഛനോട് സവോള മേടിക്കാൻ പറയുമ്പോഴത്തേക്ക് അച്ഛൻ എന്നെ നോക്കിയിട്ട് പറയും കഷത്തി വല്ലതും ഉണ്ടെങ്കിൽ ഇറക്ക്, വൈകിട്ട് മേടിക്കുമ്പോൾ തരാമെന്ന്. പക്ഷെ ആ വാശിക്ക് അന്തസ്സായിട്ട് പഠിച്ച് SSLC പാസ്സാവണമെന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല. അന്തസ് ഇച്ചിരി കുറഞ്ഞാലും ഗ്രേസ് മാർക്ക് കിട്ടി പാസ്സാവുന്നതാണ് എളുപ്പമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ NCC ചേർന്നു. അത്രയും കാലം എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, അതായത് ഇപ്പം പഠിക്കണം, പരീക്ഷ എഴുതണം, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും ദൈവമേ എനിക്ക് കുറച്ച് കാശ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതികേണ്ടൊന്നും ആവശ്യം വരത്തില്ലായിരുന്നല്ലോ എന്ന്. NCC ചേർന്ന് 2 ദിവസം കൊണ്ട് എല്ല് വെള്ളമായപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു ദൈവമേ ഞാൻ കുറച്ച് പഠിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഗതികേടൊന്നും വരത്തില്ലായിരുന്നല്ലോ എന്ന്. പക്ഷെ എന്നെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ SSLCക്ക് ഏകദേശം മഞ്ജു ചേച്ചിയുടെ പ്രായത്തിനടുത്ത് മാർക്ക് മേടിച്ച് പാസ്സായി, 94%. ഈ പിന്നെ അങ്ങോട്ടും ഈ 94% കോട്ടം വരാത്ത രീതിയിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ എന്നോടാണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ഓടെ എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയാൻ പോലും ഒരു പണി എനിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി ശരിയല്ലെന്ന്. ഈ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് നിൽക്കുന്നവന് 7,000 രൂപ സാലറിയും അവിടെ സിമെന്റ് എടുക്കാൻ വരുന്ന ബംഗാളിക്ക് 17,000 രൂപ സാലറിയും കൊടുക്കുന്ന നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇനിയിപ്പോൾ നല്ല സാലറി ഉള്ള ജോലിയാണെങ്കിൽ പോലും അത് സർക്കാർ ജോലി അല്ലെങ്കിൽ ഇവിടെ ഒരു വിലയില്ലെന്നുള്ളതാണ്. ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ കേരളത്തിന് പുറത്താണ്ടാണ് പുള്ളിക്ക് പെണ്ണ് കിട്ടിയത്. കേരളത്തിലാണെങ്കിൽ കിട്ടത്തില്ല, കാരണം പുള്ളിക്ക് സർക്കാർ ജോലി ഇല്ലല്ലോ. ഇപ്പോൾ ജീവിതത്തിൽ 10-18 വർഷം പഠിച്ചിട്ട് ഈ പഠിച്ച കോഴ്സും ഇപ്പൊ ചെയ്യുന്ന ജോലിയും തമ്മിൽ DNA ടെസ്റ്റ് നടത്തിയിട്ട് പോലും ബന്ധം കണ്ടുപിടിക്കാൻ പറ്റാതെ ഇപ്പോഴും ജോലി ചെയ്യുന്നവർക്കും ഇപ്പോഴും ഈ ജോലി ഇല്ലാതെ എന്നെ പോലുള്ള ചെറുപ്പക്കാർക്കും ഞാൻ ഈ സാധനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു.